രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സഭയിൽ വന്നത്. ഒന്ന്, നമ്മുടെ സംസ്ഥാനത്തെ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയതിന് ശേഷം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനം മുഴുവൻ വഴിമുട്ടി നിൽക്കുന്ന പരിതാപകരമായ കാഴ്ചയാണ് സംസ്ഥാനത്തുടനീളം. കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ലോക്കൽ ബോഡികളിലും യാതൊരു വിധത്തിലുള്ള പണവും കൊടുക്കാതെ അവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന നടപടിയാണ് സർക്കാരിൻ്റെ. കഴിഞ്ഞ വർഷം ഒന്നാം ഗഡു കൊടുത്തു, ആദ്യം രണ്ടാം ഗഡു ഓഗസ്റ്റിൽ കൊടുത്തത് ഡിസംബറിൽ കൊടുത്തപ്പോൾ ട്രഷറി ബാൻ വന്നു. ട്രഷറിയിൽ നിന്ന് അത് മാറ്റാൻ പറ്റിയില്ല. മൂന്നാമത്തെ ഗഡു കൊടുത്തത് മാർച്ച് 23-ാം തീയതിയാണ്. മാർച്ച് 22-ാം തീയതി ട്രഷറി പൂട്ടിയിട്ടാണ് മൂന്നാം ഗഡു കൊടുക്കുന്നത്. അപ്പൊ അക്ഷരാർത്ഥത്തിൽ രണ്ടാം ഗഡുവും മൂന്നാം ഗഡുവും ഒന്നും ചെലവാക്കാൻ പറ്റിയില്ല. ഇനി നിയമം അനുസരിച്ച് 80% താഴെയാണ് ചെലവാക്കിയിരിക്കുന്നതെങ്കിൽ അത് ആ ലോക്കൽ ബോഡിക്ക് നഷ്ടപ്പെടും. ഇത് ഒരു ലോക്കൽ ബോഡിയുടെയും കുഴപ്പം കൊണ്ടല്ല എക്സ്പെൻഡിച്ചർ ആകാതിരുന്നത്. സർക്കാർ പണം കൊടുക്കാനിട്ടും ട്രഷറി ബാൻ ആയതുകൊണ്ടുമാണ് യഥാർത്ഥത്തിൽ അവർക്ക് ചെലവഴിക്കാൻ പറ്റാതെ. ഇപ്പൊ ലോക്കൽ ബോഡികളുടെ അല്ലാത്ത കുറ്റത്തിന് ആ പണം അവർക്ക് നഷ്ടപ്പെട്ടു. 20% അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യാം. അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫണ്ടിൽ നിന്നാണ് പണം കൊടുക്കേണ്ടത്, അത് കൊടുക്കില്ല. അത് ഈ വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്ന് കൊടുക്കും. അപ്പൊ ഈ വർഷത്തെ ആനുവൽ പ്ലാനും തകർന്നു പോകുന്ന സ്ഥിതിയാണ്. ഇപ്പൊ ഒരു ക്വാർട്ടർ, ഈ സാമ്പത്തിക വർഷത്തിന്റെ ഒരു 3 മാസം തീരാൻ പോവുക. എന്നിട്ട് പോലും ഇന്നത്തെ സ്ഥിതി, പ്ലാൻ ഫണ്ടിൽ 8500 കോടി രൂപ പ്ലാൻ ഔട്ട്ലേയിൽ അനുവദിച്ചിട്ടും 1 രൂപ പോലും ലോക്കൽ ബോഡികൾക്ക് പ്ലാൻ ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം. പിന്നെ ഗവൺമെന്റ് അതിന് ഒരു ന്യായവും ഇല്ല പറയാൻ വേണ്ടിയിട്ട്. സർക്കാരിന്റെ പണമില്ല, അതിന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് GST കോമ്പൻസേഷന്റെ, അതുപോലെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെയൊക്കെ കാര്യം പറയാം. അതൊക്കെ പച്ച കള്ളങ്ങളാണ്. ഞങ്ങളത് നിയമസഭയിൽ പറഞ്ഞു. GST കോമ്പൻസേഷൻ കേന്ദ്ര പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. GST നടപ്പാക്കുമ്പോൾ 5 കൊല്ലമാണ് കോമ്പൻസേഷൻ കിട്ടുന്നത്. ആ 5 കൊല്ലവും കേരളം കോമ്പൻസേഷൻ വാങ്ങിച്ചു. 6ാമത്തെ കൊല്ലം കിട്ടുമായിരുന്നുവെങ്കിൽ 12,000 കോടി കിട്ടുമെന്ന് പറഞ്ഞത്. അതെങ്ങനെ? പാർലമെന്റ് പാസാക്കിയ നിയമം അനുസരിച്ച് 5 കൊല്ലത്തേക്ക് കോമ്പൻസേഷൻ ഉള്ളൂ. 6ാമത്തെ കൊല്ലം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന് കിട്ടിയില്ല. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം 53,000 കോടി രൂപ കിട്ടിയത് കേരളത്തിനാണ്. 1 രൂപ പോലും ബാക്കിയില്ല. ഈ 53,000 കോടി രൂപയും സംസ്ഥാന ഗവൺമെന്റിന് കിട്ടി. ഇത്രയും പണം കയ്യിൽ കിട്ടിയിട്ടും ഇത്രയും വലിയ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കൂപ്പൂത്തിയ. നേരത്തെ പറഞ്ഞല്ലോ, ലോക്കൽ ബോഡികളെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു. അവരുടെ 1/3 തുക കൊടുക്കുന്നില്ല, മെയിൻ്റനൻസ് ഗ്രാന്റ് കൊടുക്കുന്നില്ല, ജനറൽ പർപ്പസ് ഗ്രാന്റ് കൊടുക്കുന്നില്ല, പദ്ധതി വിഹിതം കൊടുക്കുന്നില്ല. അതായത് പട്ടികജാതിക്കാർക്ക് വേണ്ടിയിട്ടുള്ള SCP പദ്ധതി നടപ്പാകുന്നില്ല, പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള TSP നടപ്പാകുന്നില്ല. അപ്പോൾ ലോക്കൽ ബോഡി അധികാര വികേന്ദ്രീകരണം എന്നുള്ള സങ്കല്പത്തെ തന്നെ അതിന്റെ അന്തകരായി ഇവർ മാറി. ഇവര് തകർത്ത് തരിപ്പണമാക്കി. ഇപ്പോ ലോക്കൽ ബോഡിയിലെ അംഗങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ആളുകൾ ബഹളമുണ്ടാക്കിയാണ്. പാലിയേറ്റീവ് കെയർ നടക്കുന്നില്ല ലോക്കൽ ബോഡിയിൽ. പലവിധ പ്രവർത്തനങ്ങളുണ്ട്. ലൈഫ് മിഷൻ പദ്ധതി പരാജയപ്പെട്ടു. വലിയ ബാധ്യതയാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ലോക്കൽ ബോഡികൾക്കുള്ളത്. അപ്പൊ ഇതെല്ലാം കൂടി തലയിൽ കെട്ടിവെച്ചു ഏറ്റവും ഭംഗിയായി സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരുന്ന അധികാര വികേന്ദ്രീയ പ്രക്രിയയെ തകർത്ത് ഒരുപാട് അധികാരമാണ് അവർക്ക് വിട്ടുകൊടുത്തത്. അതൊന്നും സംസ്ഥാനത്ത് നടക്കാത്ത സ്ഥിതിയിലേക്കാക്കി. രണ്ടാമത്തെ വിഷയം, കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരാൻ ഉന്നയിച്ച വിഷയം തന്നെയാണ്, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ വിട്ടയക്കാൻ, ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം. അന്ന് സർക്കാരിന് വേണ്ടി സ്പീക്കറാണ് മറുപടി പറഞ്ഞത്. അതിൽ അനൗചിത്യം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. സ്പീക്കറുടെ ഓഫീസിൽ നിന്നുള്ളൊരു കുറിപ്പ് കണ്ട് അതൊരു അഭ്യൂഹമാണെന്ന്. അതെങ്ങനെയാണ് അഭ്യൂഹമാകുന്നത്? അഭ്യൂഹമാകുന്നത് എങ്ങനെയാണ്? 13/6/2024 കണ്ണൂരിലെ ജയിൽ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്താണ്. ശിക്ഷാ ഇളവ് നൽകേണ്ട ആളുകളെ സംബന്ധിച്ചാണ്. 56 പേരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 4 പ്രതികൾ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളാണ്. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് 2022 മുതൽ കൈക്കൊള്ളുന്നത്. 2018 സർക്കാർ ഉത്തരവിൽ രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക്
ഒരു കാരണവശാലും ശിക്ഷ ഇളവ് കൊടുക്കരുത് 14 വർഷമാകാതെ എന്ന് പറഞ്ഞിട്ട് അത് 2022 ഉത്തരവിൽ അതങ്ങ് മാറ്റി. നിയമസഭ പാസാക്കിയ പ്രിസൺ ആക്ടിൽ മൊത്തം ശിക്ഷാകാല ഇളവിന്റെ 1/3 താഴെ പരോളും ശിക്ഷാ ഇളവും കൂടി ആകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമസഭ പാസാക്കിയ ഒരു നിയമത്തെ ഒരു ഗവൺമെന്റ് ഉത്തരവിലൂടെ സർക്കാർ ഇല്ലാതാക്കി. അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല, ഗുരുതരമായ തെറ്റാണ്. അതിന് മറ്റു നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. അങ്ങനെ ഈ 2022 മുതൽ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ നോക്കുന്നത്. അഭ്യൂഹമാണെങ്കിൽ എന്തിനാണ് പോലീസ് 21/6 വൈകുന്നേരം ഫോണിൽ ബന്ധപ്പെട്ട് KK രമയുടെ മൊഴിയെടുത്തത്? ചൊക്ലി പോലീസ്, KK മുഹമ്മദ് ഷാഫി ചൊക്ലി പോലീസ് സ്റ്റേഷനിലെ അതിർത്തിയിലെ പ്രതിയാണ്. 22/6 പാലൂർ പോലീസ് നേരിട്ട് MLA ഓഫീസിൽ നേരിട്ടെത്തി KK രമയുടെ മൊഴിയെടുത്തു. ഇന്നലെ സ്പീക്കർ ഇത് അഭ്യൂഹമാണെന്ന് പറയുക, സർക്കാർ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയുക, എന്നിട്ട് ഇന്നലെ സന്ധ്യയിൽ ട്രൗസർ മനോജൻ എന്ന പ്രതിയുടെ പോലീസ് സ്റ്റേഷൻ അതിർത്തി കൊളവല്ലൂർ പോലീസ് ഇന്നലെ സന്ധ്യയ്ക്ക് KK രമയുടെ മൊഴിയെടുക്കുക. ഇത് എന്താണ് ഇവിടെ നടക്കുന്നത്? എന്നിട്ട് മന്ത്രി എന്താ പറഞ്ഞത്? 3/6 അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇത് തെറ്റാണ്, തെറ്റായ നടപടിയാണ്, നടപടിക്രമം പാടില്ല. ഹോം സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാ? സംസ്ഥാനത്തെ DGPയുടെ മീതെയുള്ള ആളാ. ആ ഹോം സെക്രട്ടറി ഒരു ഉത്തരവ് ഈ മാസം 3/6 ഇറക്കിയിട്ട് പിന്നെ എന്തിനാണ് 21/6 22/6 ഇന്നലെ 26/6 ഈ പോലീസ് ഇവരുടെ മൊഴിയെടുക്കാൻ നടക്കുന്നത്? അതിനേക്കാൾ വലിയ ആളുകൾ ആരെങ്കിലും ഉണ്ടോ ഈ ആഭ്യന്തര വകുപ്പിൽ? പിന്നെ ഉള്ളത് മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളത്. അപ്പൊ ആഭ്യന്തര സെക്രട്ടറി ഇറക്കിയ ഉത്തരവിനെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് പോലീസ് KK രമയുടെ മൊഴിയെടുത്തെങ്കിൽ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് ആരാ? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണോ? CPM നേതാക്കളാണോ? ആരാ? ഹോം സെക്രട്ടറിക്ക് മീതെ പറക്കുന്ന പരുന്തേതാ? ഏത് പരുന്താ പറക്കുന്നത് ഹോം സെക്രട്ടറിക്ക് മീതെ? ഇത് മന്ത്രി തന്നാണ് 3/6 ഞങ്ങൾ കണ്ടിട്ടില്ല. 3/6 ഇങ്ങനെ ഹോം സെക്രട്ടറി ഉത്തരവിറക്കിയിട്ടുണ്ടെന്ന്. ഹോം സെക്രട്ടറി ഉത്തരവിറക്കി 10-20 ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും പോലീസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാൻ ഇരയായ ആളുടെ ബന്ധുവിനെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്ന വിരോധാഭാസം. ഇവിടെ എന്ത് ഭരണമാണ്? ഇത് എന്ത് ഭരണമാണ് നടക്കുന്നത്? എന്നിട്ട് ഇന്ന് നമ്മൾ സബ്മിഷൻ കൊടുത്തപ്പോ എത്ര ദിവസമായി ഈ കത്ത് വന്നിട്ട്? ഈ കത്ത് വന്ന ദിവസം എന്നാ 13/6 വന്ന കത്താണിത് ജയിൽ സൂപ്രണ്ടിന്റെ. എന്നിട്ട് ഇന്ന് നമ്മൾ സബ്മിഷൻ കൊടുത്തപ്പോ രാവിലെ 11 മണിക്ക് സസ്പെൻഷൻ അല്ലേ? നോട്ടീസ് കൊടുത്തപ്പോ കൊള്ളാം, നല്ല കാര്യം, അത് ചെയ്തല്ലോ. ഇപ്പൊ മന്ത്രി ഞങ്ങൾ പറഞ്ഞു സർക്കാരോട് ആവശ്യപ്പെട്ടു ഒരു ഉറപ്പ് തരണം ഗവൺമെന്റ്, ഒരു കാരണവശാലും ഹൈക്കോടതി വിധിയെ ലംഘിച്ച് ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കില്ല. അതിപ്പോ സർക്കാർ ഞങ്ങൾ വാക്കൗട്ട് നടത്തി ഇറങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു അഷ്വറൻസ് തന്നിട്ടുണ്ട്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വളഞ്ഞ വഴികളിലൂടെ ആ പ്രതികളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പരോളിൽ ഇറങ്ങി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ആളുകളാണ്. അവർക്ക് അനുകൂലമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ നിർത്തിവെച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് മാത്രം പറയാം.